നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുവള്ളൂർ. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. റബ്ബറിനിടയ്ക്കുള്ള പോച്ച, അതായത് ഇനി ടാപ്പിംഗ് ആരംഭിക്കുവാൻ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ പോച്ച എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തൊഴിലാളി നടക്കുന്ന ഭാഗത്തുകൂടിയും വളമിടുന്ന ആ പ്രദേശത്തുമാണ് ആദ്യം നമ്മൾ കൈകൊണ്ട് പോച്ച പറിക്കുന്നത്. പോച്ച പറിക്കാൻ കാര്യം, ഒരു തൊഴിലാളിയും ഈ പോച്ച കണ്ടു കഴിഞ്ഞാൽ ടാപ്പ് ചെയ്യാൻ വരത്തില്ല. അവർക്ക് ഭയങ്കര പേടിയാണ്. കാരണം അവർ അതിരാത്രിയിലൊക്കെ ഇറങ്ങുമ്പോൾ ഇത് പേടി സ്വപ്നമാണ്. ഒന്നാമത് മൊത്തം കാട് കയറി കിടക്കുന്ന നമ്മുടെ ഈ റബ്ബർ പുരയിടങ്ങൾ ഈ തൊഴിലാളി നടക്കുന്ന ഭാഗങ്ങളും എങ്കിലും ഒന്ന് വൃത്തിയാക്കി കൊടുക്കേണ്ടത് ഈ കർഷകരുടെ ഒരു കടമ തന്നെയാണ്. കാരണം തൊഴിലാളികൾക്ക് ഉണ്ടല്ലോ ഒരു കുടുംബങ്ങളും കൊച്ചുങ്ങളും, അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ തൊഴിലൊക്കെ എടുക്കുന്നത്. കഴിവതും ഈ തൊഴിലാളികൾ നടക്കുന്ന ഭാഗത്തുകൂടി നമ്മൾ കൈകൊണ്ട് പോച്ച പറിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പോച്ച പറിക്കാൻ എളുപ്പമാണ്. കാരണം വേനലിൽ ചാറ്റൽ മഴ നല്ലതുപോലെ പെയ്തുകൊണ്ട് പറിക്കാൻ എളുപ്പമാണ്. പക്ഷെ ടാപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ആയിട്ടില്ല. കാരണം ശരിക്കും അങ്ങോട്ട് ഭൂമി തണുത്തില്ല. തൂമ്പ വെച്ചാൽ കോടാനുകൂടി പന്ന വേരുകളാണ് ഈ റബ്ബറിൻ്റെ മുകളിൽ കിടക്കുന്നത്. അതെല്ലാം പൊട്ടിപ്പോയാൽ റബ്ബർ പാല് തീരെ കുറയും. അല്ലെങ്കിൽ ബ്രഷ് കട്ട് ഉപയോഗിച്ച് പോച്ച കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബ്രഷ് കട്ട് വെച്ച് ചെയ്താൽ വേര് അവിടെ ഇരിക്കത്തേ ഉള്ളൂ, അടിസ്ഥാനം അവിടെ ഇരിക്കത്തേ ഉള്ളൂ. മേൽ പോച്ച മാത്രമേ ബ്രഷ് കട്ട് ആവുന്നുള്ളൂ. പക്ഷേ കൈ കൊണ്ട് നമ്മൾ പോച്ച പറിക്കുമ്പം അതിൻ്റെ വേര് ഉൾപ്പെടെ പറഞ്ഞ് പോവുകയാണ്. ബ്രഷ് കട്ട് വെച്ച് കട്ട് ചെയ്താൽ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും നല്ല രീതിയിൽ പോച്ച വളരും. പക്ഷേ നമ്മൾ കൈ കൊണ്ട് പറിച്ച് കഴിഞ്ഞാൽ ഏകദേശം 2-3 മാസം കഴിയുമ്പോഴേ പിന്നെയും പോച്ച വളരത്തുള്ളൂ. ബ്രഷ് കട്ട് 1 മണിക്കൂർ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ 350 രൂപയാണ്. ഒരു തൊഴിലാളി 1 മണിക്കൂറിൽ ബ്രഷ് കട്ട് ചെയ്യുന്നതിന് 350 രൂപയാണ് ഞങ്ങളുടെ നാട്ടിൽ. അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ റബ്ബർ വെട്ടി ഷീറ്റാക്കി കൊടുത്തു വരുമ്പോഴത്തേക്ക് കർഷകർക്കൊന്നും കിട്ടത്തില്ല. അതിന് പുറമെ വളവും ചേറി വരുമ്പോഴത്തേക്ക് നല്ല രൂപയാവും. ഞാനിങ്ങനെയാണ് ദിവസവും 1 മണിക്കൂർ രാവിലെ ഇറങ്ങി കൈകൊണ്ട് 10 മൂടെങ്കിൽ 10 മൂടിൻ്റെ ഈ തൊഴിലാളികൾക്ക് നടക്കാത്ത രീതിയിൽ പോച്ച പറിച്ച് കളയും. ബാക്കി സമയമുള്ളപ്പോൾ ഇടയുള്ളപ്പോഴും പറിച്ച് കളയും. പിന്നെ വളം ഇടാനുള്ള പ്രദേശത്തും പോച്ച പറിച്ച് കളയണം. പോച്ച പറിച്ച് കളയാതിരുന്നാൽ ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണ്. അതുകൊണ്ട് എനിക്കൊരു വ്യായാമമാവുകയും ചെയ്യും, മറ്റ് വ്യായാമങ്ങൾക്ക് പോവുകയും വേണ്ട. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. കണ്ടതിൽ വളരെയധികം നന്ദി. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്യും.